ഇപ്പൊ മീഡിയ വൺ ഉണ്ടാവും ഇവിടെ. മീഡിയ വൺ ഇതേപോലെ ഡിവൈഎഫ്ഐക്കാരൻ കാവി എടുത്ത് പ്രചരണം നടത്തി എന്നൊരു പ്രചരണം നടത്തി. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? മീഡിയ വൺ നേരം ഇവിടെ ഉണ്ടാവും. അല്ല ഈ എല്ലാം പറഞ്ഞല്ലോ, ഈ എല്ലാ നിലയിലും കള്ള വാർത്ത കൊടുക്കുന്ന നിങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തു എനിക്കറിയില്ല. മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടും സ്വീകരിക്കും, മാധ്യമ സ്ഥാപനത്തിനെതിരായും സ്വീകരിക്കും. ഇങ്ങനെ പണം വാങ്ങിയിട്ട് ആളുകളെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ ചെയ്യുന്ന ചില യൂട്യൂബർമാരുണ്ട്. അവരെ കാണേണ്ടതുപോലെ കാണും എന്ന് കൂടിയാണ് പറഞ്ഞത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കളെ വി.കെ. സനോജും വസീഫും സംസാരിക്കുന്ന വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഇന്ന് കോഴിക്കോട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചായിരുന്നു. അതിനിടയിലാണ് ഈ കാര്യം അവർ സംസാരിക്കുന്നത്. ആദ്യമേ മീഡിയ വണ്ണിനെ തിരക്കുകയാണ് അവർ. മീഡിയ വൺ ഒരു സമയത്ത് തുടർച്ചയായിട്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് വ്യാജ വാർത്ത കൊടുത്തിരുന്നു. വ്യാജ വാർത്ത കൊടുക്കുകയും പിന്നീട് അതിൻ്റെ മേധാവിയായിട്ടുള്ള പ്രമോദരാമൻ വന്ന് വാർത്ത പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിരം സംഭവമായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇല്ലാതായിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും മീഡിയ വണ്ണിൻ്റെ കയ്യിൽ നിന്നും വ്യക്തമായിട്ട് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, വ്യാജ വാർത്തകൾ വരാറുണ്ട്. അതാണ് വി.കെ. സനോജും വസീഫും ഓർമ്മപ്പെടുത്തിയത്. മാത്രമല്ല, പ്രധാനമായിട്ടും ഈ മാധ്യമ പത്രസമ്മേളനത്തിനിടെ ചോദിച്ചതെന്ന് വെച്ചാൽ ഡിവൈഎഫ്ഐ മാധ്യമങ്ങൾക്കെതിരായിട്ട് പ്രതിഷേധ സമരം നടത്താൻ പോവുകയാണ് വയനാട്ടിൽ. പക്ഷേ വയനാട്ടിന് ഇതുവരെ ഒരു ഫണ്ട് പോലും കൊടുക്കാതെ കേന്ദ്രത്തിനെതിരായിട്ട് നിങ്ങൾ എന്താ സമരം ചെയ്യാത്തെന്ന് ചോദിച്ച മാധ്യമങ്ങളുണ്ട്. അവരടുത്തും ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ വ്യക്തമായി പറയുന്നുണ്ട്, ഞങ്ങളെ സമരം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിപ്പിക്കേണ്ടെന്ന്. മാത്രമല്ല, ഇതിനെതിരായിട്ടും ഞങ്ങൾ സമരം ചെയ്യുമെന്നും മാത്രമല്ല 20 ലക്ഷം പേരെ വെച്ച് മനുഷ്യചങ്ങല തീർത്തത് ഡിവൈഎഫ്ഐ ആണെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് മാധ്യമങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ. നമുക്ക് അവരുടെ വാക്കുകൾ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ സുഹൃത്തെ. ഞങ്ങൾക്ക് അറിയാത്ത കാര്യം മന്ത്രിസഭ കണ്ടോ? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ നുണ പ്രചരിപ്പിച്ചു, ആ നുണക്കെതിരെ ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കും. അത് പറയാനാണ്. നുണയാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ തെറ്റാണ് പ്രചരിപ്പിച്ചത് എന്ന്. അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധം. നിങ്ങൾ തുടർച്ചയായി ഇതുപോലെയുള്ള നുണകൾ പ്രചരിപ്പിക്കുന്നു. ഇപ്പൊ മീഡിയ വൺ ഉണ്ടാവും ഇവിടെ. മീഡിയ വൺ ഇതേപോലെ ഡിവൈഎഫ്ഐക്കാരൻ കാവി എടുത്ത് പ്രചരണം നടത്തി എന്നൊരു പ്രചരണം നടത്തി. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? മീഡിയ വൺ നേരം ഇവിടെ ഉണ്ടാവും. മീഡിയ വൺ പ്രചരണം നടത്തി എവിടെ? ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അതുപോലെ 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ബലാത്സംഗം നടന്നു എന്ന് തൃശ്ശൂരിൽ ഒരു വാർത്ത വന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ വാർത്ത കൊടുക്കാറുണ്ട്. എന്നിട്ട് നിങ്ങൾ തെറ്റാണെന്ന് ഒരു കുറിപ്പ് കൊടുക്കും. നിങ്ങളുടെ അവിടെ കിടക്കുന്ന വാർത്ത അവിടെ തന്നെ കിടക്കും. അതാ ഞങ്ങൾ പറഞ്ഞ, അതിനെതിരെയാണ് ഞങ്ങൾ പ്രക്ഷോഭം എന്ന് പറയുന്നത്. മറ്റത് അല്ല, നിങ്ങൾ ഈ പറഞ്ഞ ആശങ്കയും നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യങ്ങളും ഒക്കെ ചോദിക്കേണ്ടത് ആരോടാന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അല്ല, അതിന് ഉത്തരവാദിത്തപ്പെട്ടാൽ ഇന്നലെയും റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ചില മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ കൃത്യമായി തന്നെ അവർ പറയും. ഞങ്ങൾ ഈ തെറ്റായ സംസ്കാരം ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ തെറ്റായ സംസ്കാരവും ഈ രീതിയും, അതിനെതിരെയുള്ള ജനകീയ ക്യാമ്പയിൻ പ്രക്ഷോഭം ഏറ്റെടുക്കാനാണ് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം നടത്തിയത്. ഉണ്ട്, അതിനെതിരെ പ്രക്ഷോഭമുണ്ട്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത ദിവസം. അതായത് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടണ്ട. നിങ്ങൾ പ്രാധാന്യം ആശങ്കപ്പെടണ്ട. നിങ്ങളോടല്ല പറഞ്ഞത്, പൊതുസമൂഹത്തിന് കേന്ദ്ര ഗവൺമെന്റിനെതിരായി എന്തെല്ലാം നിലപാട് സ്വീകരിക്കുന്നത് നിങ്ങളെ ട്യൂഷൻ ആവശ്യമില്ല. ഞങ്ങൾക്കറിയാം, ഞങ്ങളെ അവർക്കറിയാം. ഞാൻ പറഞ്ഞു, 20,000 ആളുകളെ വെച്ചിട്ട് കേന്ദ്ര സർക്കാരിന്റെ അവഗണനക്കെതിരായി മനുഷ്യച്ചങ്ങല നടത്തിയ പ്രസ്ഥാന ഡിവൈഎഫ്ഐ. 20 ലക്ഷം ആളെ വെച്ചിട്ട് നിരന്തരമായി കേന്ദ്ര ഗവൺമെന്റിനെതിരായ സമരം നടത്തുന്നുണ്ട്. ഈ സമരം കേന്ദ്രത്തിന്റെ ഈ കേരള അവഗണന തുടരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിഷയം മുൻനിർത്തിയിട്ടും ഡിവൈഎഫ്ഐ സമരം ഏറ്റെടുക്കും. ഒരു തർക്കമില്ല. അല്ല, പോലീസിനകത്ത് ചില പുഴുക്കുത്തുകളുണ്ട്. അത് ഇപ്പം മാത്രമല്ല, അതെല്ലാ സേനയിലും ഇങ്ങനെല്ലാമുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അതിനെതിരായി അന്വേഷിച്ച് ശക്തമായ നടപടി സ്വീകരിക്കാറുമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ പോലീസ് സേനയിൽ നിന്ന് ആളുകളെ പിരിച്ചുവിട്ടത്. ഇങ്ങനെയുള്ള പല തെറ്റായ പ്രവണതയുടെയും ഭാഗമായി നിൽക്കുന്നു എന്ന് അന്വേഷിച്ച് കണ്ടെത്തി പിരിച്ചുവിട്ടിട്ടുണ്ട്. അൻവർ ഉന്നയിച്ച ആരോപണം വളരെ ഗൗരവമായി DGP തന്നെ അന്വേഷിക്കുക.
ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതിനിടയിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ സർക്കാർ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ സേനാ വിഭാഗങ്ങളിലൊക്കെ നുഴഞ്ഞു കയറാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും. അല്ലാണ്ട് ഈ സേനയാകെ മോശമാണ് എന്ന വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ടത്. അല്ല, അതിലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം RSS എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് അപകടകരമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത ഒരു സംഘടനയാണ്. അതിലൊരു തർക്കവുമില്ല. ഈ രാജ്യത്ത് വിദ്വേഷം പടർത്തുന്നതിന്, രാജ്യത്ത് കൊലപാതകങ്ങൾ നടത്തുന്നതിനൊക്കെ നേതൃത്വം കൊടുത്ത സംഘടനയാണ്. RSSുമായി നിരവധിയായ ഏറ്റുമുട്ടലുകൾക്ക് ഞങ്ങൾ തന്നെ അവരുടെ ഒരുപാട് അക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വന്നവരാണ് ഞങ്ങളുടെ നിരവധി സഖാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായാലും ആരായാലും RSSുമായിട്ട് ഒരു ധാരണയോ ഒരു നീക്കുപോക്കോ ഒരു കാണലോ ഒരു സംസാരമോ നടത്തരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആരും RSSുമായി കൂട്ടുകൂടരുത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു നിലപാട് ഞങ്ങൾക്കില്ല. ആരും ADGP എന്നുള്ളതല്ല, മാധ്യമപ്രവർത്തകരായാലും RSSുമായിട്ട് ഒരു ഗൂഢാലോചനയും നടത്തരുത്, ഒരു ആലോചനയും നടത്തരുത്, ഒരു സൗഹൃദവും ഉണ്ടാകരുത് എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായമുള്ളവരാണ് ഞങ്ങളൊക്കെ. അല്ല, അതുമായി ബന്ധപ്പെട്ട വിഷയം മുന്നിൽ വന്നു. ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ നടത്തേണ്ട അതാ ഞങ്ങൾ പറഞ്ഞത്. ആരും എന്നുള്ളതിൽ ഒരാൾ പോലും ഈ പറയുന്ന സംഘടനകളുമായി, അത് SDPI ആകട്ടെ RSS ആകട്ടെ, ഇങ്ങനെയുള്ള വർഗീയത വളർത്തുന്ന, ഇവിടെ വിദ്വേഷം വളർത്തുന്ന ഈ സംഘടനകളുമായി ഒരു ധാരണയും ഒരു കൂടിക്കാഴ്ചയും നടത്തരുതേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അവരുടെ വളർച്ച എത്രത്തോളം ഇല്ലാതാകണം അത്രത്തോളം ഇല്ലാതാകാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഞങ്ങൾ. അതാ ഞങ്ങളുടെ നിലപാട്. ആരായാലും ഇവരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും ഒരു ധാരണയും ശരിയല്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. യഥാർത്ഥത്തിൽ P. ജയരാജൻ സഖാവിൻ്റെത് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടിയാണ്. ആ പുസ്തകം പുറത്തു വന്നില്ല. അതും നിങ്ങൾ ഈ പറയുന്ന പോലെ കൊടുക്കുന്ന ഒരു വാർത്തയാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ആ വാർത്തയുടെയും അടിസ്ഥാനം. അപ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകം പുറത്തു വരട്ടെ. പുസ്തകം ആളുകൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. അപ്പോൾ ആ പുസ്തകത്തെ മുൻനിർത്തി അദ്ദേഹം കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിലെ ഒരു ഭാഗം മാത്രം, ഒരു വാക്ക് മാത്രം എടുത്തിട്ട് നിങ്ങൾ ചർച്ച നിലനിർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ആ പുസ്തകത്തിൻ്റെ വിൽപ്പനയെ അത് നല്ല നിലയിൽ സഹായിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ബാക്കി പുസ്തകം വായിച്ച അഭിപ്രായം പറയാം. നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല. നിങ്ങളോടൊന്നും വേറെ ഒന്നും സംസാരിക്കാനില്ല. ഈ ചെലവിന്റെ കണക്കാണല്ലോ നമ്മുടെ വിഷയം. ഈ കേന്ദ്രത്തിന്റെ മുൻപിൽ പെരുപ്പിച്ച ഒരു കണക്ക് കൊടുക്കേണ്ടി വരുന്നു സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു കുറച്ചധികം പൈസ കിട്ടാനുള്ള. അത് വലിയൊരു മോശം സാഹചര്യമല്ലേ? അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ഭരണ വ്യവസ്ഥയുടെ ഒരുപാട് മാറേണ്ട പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് ഇവിടുന്ന് പ്രത്യേകിച്ച് GST ഉൾപ്പെടെ വന്നവിടെ എല്ലാ നികുതി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് നമ്മൾ ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ചർച്ച ചെയ്യട്ടെ, അതിനൊന്നും നമുക്ക് ഭയമില്ല. പക്ഷേ ഇനി ആക്ച്വൽ നഷ്ടം കണക്കാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് വേണമെങ്കിൽ അവരുടെ ഏജൻസിയെ വെച്ച് അങ്ങനെ കണക്കാക്കിയാലും മതിയല്ലോ. അത്രയൊക്കെ സമയമല്ല. അതൊക്കെ ചെയ്യാവുന്ന വാർത്ത നിങ്ങളാണ് ഒഴിവാക്കേണ്ടത്. വാർത്ത നിങ്ങൾ വിചാരിച്ച് ഒഴിവാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അല്ല, ഈ എല്ലാം പറഞ്ഞല്ലോ, ഈ എല്ലാ നിലയിലും കള്ള വാർത്ത കൊടുക്കുന്ന നിങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തു എനിക്കറിയില്ല. മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടും സ്വീകരിക്കും, മാധ്യമ സ്ഥാപനത്തിനെതിരായും സ്വീകരിക്കും. ഇങ്ങനെ പണം വാങ്ങിയിട്ട് ആളുകളെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ ചെയ്യുന്ന ചില യൂട്യൂബർമാരുണ്ട്. അവരെ കാണേണ്ടതുപോലെ കാണും എന്ന് കൂടിയാണ് പറഞ്ഞത്.